നമുക്ക് ആദർശിന്റെ നയനയുടെയും വരാൻ പോകുന്ന ദിവസങ്ങൾ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവിൽ അനിയുടെ വിവാഹ നിശ്ചയവും കാര്യങ്ങളൊക്കെ മുടങ്ങി. ഇനിയിപ്പം മുത്തശ്ശനെന്നല്ല ആര് നോക്കിയാലും അനിയുടെ അവന്തികയുടെയും വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. മുത്തശ്ശനാണെങ്കിൽ അവന്തികയെ സമാധാനിപ്പിക്കാൻ പറയുകയൊക്കെ ചെയ്തു. അതെ, മോള് വിഷമിക്കൊന്നും വേണ്ട, അനാമിയായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കാന്ന്. പക്ഷെ അവന്തികയ്ക്ക് മനസ്സിലായി അതൊന്നും ശരിയാൻ പോകുന്നില്ലെന്ന്. പിന്നീട് നാഗേന്ദ്രനെ കഥകളൊക്കെ അറിയുന്നേ നാഗേന്ദ്രന് സഹിക്കാൻ പറ്റിയില്ല. ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ട് നാഗേന്ദ്രൻ കാത്തിരുന്നാണ് അനിയുടെ അവന്തികയുടെ വിവാഹം. ഈ വിവാഹം നടക്കുവാണെങ്കിൽ അതുകൊണ്ട് തനിക്കും തന്റെ കമ്പനിക്കുമായിരുന്നു നേട്ടം എന്നുള്ള കാര്യം അറിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞു പോയില്ലേ. നാഗേന്ദ്രനാണെങ്കിൽ ഇതറിഞ്ഞു കഴിഞ്ഞപ്പം അഭിയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എടാ, നിങ്ങൾ എല്ലാരും ഉണ്ടായിട്ടാണോ അവള് വന്നു കഴിഞ്ഞപ്പത്തിന് അവളെ അവിടെ നിന്ന് അടിച്ചിറക്കണ്ടായിരുന്നോ അനാമയെന്ന് പറയുന്നവളെ? എന്റെ അച്ഛ, അതൊന്നും നടക്കുന്ന കാര്യമൊന്നും ആയിരുന്നില്ല. പിന്നെ പോരാത്തനാ നന്ദു എന്ന് പറയുന്നവള്, അവളാണ് ഇതിന്റെ ഇടയ്ക്ക് കയറി കളിച്ചിരിക്കുന്നത്. എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള പണിയായിരുന്നു പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയല്ലോ. ഈ സമയത്ത് അവന്തിക ഭയങ്കര വിഷമത്തോടുകൂടി നാഗേന്ദ്രനെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ നാഗേന്ദ്രനെ കാണാൻ ചെല്ലണ്ടെന്നൊക്കെ അവന്തിക തീരുമാനിച്ചിരുന്ന. പക്ഷെ വിവാഹം മുടങ്ങിയ സ്ഥിതിക്ക് കാണാൻ പോകാലോ. അങ്ങനെ ചെന്ന് നാഗേന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛാ, ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. എന്റെ 2ാം തവണയാണ് എന്റെ വിവാഹം കാര്യങ്ങളൊക്കെ മുടങ്ങണേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഉദ്ദേശിച്ച പോലൊന്നും കാര്യങ്ങൾ നടക്കില്ല. അച്ഛന് വേണ്ടിയിട്ട് മാത്രം ഞാൻ എന്നെ ഇഷ്ടമില്ലായിരുന്നിട്ട് കൂടി ഞാൻ അനിയന്റെ ഭാര്യയാൻ തീരുമാനിച്ചെന്നെ. അത് കേട്ടപ്പോ നാഗേന്ദ്രൻ പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട മോളെ. ഈ അച്ഛനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിച്ചു തന്നെ. അതിന് ഇനി ഒരിക്കലും ഒരു മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഹനിക്കൊന്ന് തുള്ളിച്ചാടാനാ തോന്നിയത്. പിന്നീട് അനു നന്ദുവിനെ പോയി കാണുന്നുണ്ട്. നന്ദുവായിട്ട് തന്റെ സന്തോഷം പങ്കുവെക്കുവാണ്. ആ സമയത്ത് നന്ദു പറഞ്ഞു, അതെ, ഈ സന്തോഷത്തിന് കാരണം ഞാനല്ല, അനാമികയാന്നറിയാലോ. അവള് കാരണമാണ് ഇപ്പൊ വിവാഹം കാര്യങ്ങളൊക്കെ മുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇത് എത്ര നാളത്തേക്കാന്ന് അറിയത്തില്ല. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനിയുടെ അവന്തികയുടെയും വിവാഹം അത് നടത്തണമെന്ന് പറഞ്ഞല്ലേ എല്ലാരും ഇരിക്കുന്നത്. അതെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു ബന്ധം അത്. എനിക്കിഷ്ടമില്ലാത്ത ബന്ധം അതൊരിക്കലും എന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നന്ദു പറഞ്ഞു, എന്നാലും ഇനി ഒരു എന്നാലും ഇല്ല. ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. വിശ്വാസമുണ്ട്, പിന്നെ നീ എന്തിനാ പേടിക്കണേ എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതെ, നടക്കാനുള്ള വിവാഹമായിരുന്നെങ്കിൽ പണ്ടേ നടന്നു പോയണം. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. അല്ലായിരുന്നെങ്കിലോ ഇപ്പൊ ഈ വിവാഹം മുടങ്ങുമായിരുന്നു എന്ന് ചോദിച്ചു. നന്ദു പറഞ്ഞു, അതെ, കൃത്യസമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അനി പറഞ്ഞു, എനിക്കും തോന്നി പറയാനുള്ള കാര്യങ്ങൾ മൂടി വെച്ചിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ അനിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ ജലജയ്ക്കും ജാനകിട്ടൊക്കെയാണ് ഇടിവെട്ട് പണി കിട്ടിയത്. ഈ പറയുന്ന ജാനകി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. അനിയുടെ തീരുമാനത്തിനൊരു മാറ്റം ഇല്ല താനും. കനയ്ക്കും കോവനും ഭയങ്കര ടെൻഷൻ. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ജോത്സ്യൻ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ജോത്സ്യൻ പറഞ്ഞ നന്ദു അനിയും കൂടെ നമ്മള് വിവാഹം നടക്കുന്ന. അപ്പൊ ഇനി അങ്ങനെ എങ്ങാനും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നൊരു തോന്നലൊക്കെ ആയിരുന്നു കനകയുടെ മനസ്സിൽ. കനക അത് ഗോവിന്ദനോട് പറയുകയും ചെയ്തു. ഗോവിന്ദനെ ആശ്വസിപ്പിച്ചു, സാരമില്ല, നീ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, എന്തേലും ഒരു വഴി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. നവീന്റെ അവസ്ഥ ഒട്ടും മോശമായിരുന്നില്ല. നന്ദുവിനെ എങ്ങനെ സ്വന്തമാക്കാന്ന് കരുതിയിരുന്ന നവീന. പക്ഷെ നവീൻ ഇടിവിട്ട് പണിയല്ലേ കിട്ടിയത്. ഈ സമയത്ത് ആദർശ് ഒരു കാര്യം തീരുമാനിച്ചു. നാഗേന്ദ്രന്റെ പഴയ കാലങ്ങളൊക്കെ ഒന്ന് ചെകഞ്ഞെടുക്കണം. അയാളെ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അപ്പൊ അയാളെ ഇറക്കി വിട്ടതിന്റെ കാരണം ചോദിച്ചിട്ട് മുത്തച്ഛനാണെങ്കിലും അല്ലെങ്കിൽ ആരും ഒട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കാരണം കണ്ടുപിടിക്കണം എന്ന് ആദർശ് തീരുമാനിക്കുകയാണ്. മുത്തച്ഛന്റെ ഒരു പഴയ ചങ്ങാതി ഉണ്ടായിരുന്നു. അങ്ങനെ അയാളെ പോയി കാണുവാണ്. അയാളെ പോയി കണ്ട് അയാളുടെ കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? മുമ്പ് എന്താണ് ജൂവലറികളുണ്ടായ പ്രശ്നം കൊണ്ടാണോ? അപ്പം കുറെ കാലം അയാൾ ജൂവലറിയിലുണ്ടായിരുന്നു. പിന്നെ പ്രായമായി കഴിഞ്ഞപ്പോഴാണ് അയാൾ ജൂവലറിയിൽ നിന്ന് മാറിയത്. അപ്പൊ എന്താ കാരണം എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാളാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്, നാഗേന്ദ്രന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. നാഗേന്ദ്രൻ ആ കമ്പനിയോട് ചെയ്ത ക്രൂരത, ഒടുവിലും മുത്തശ്ശൻ അടിച്ചിറക്കിയ കാര്യങ്ങളൊക്കെ. കാരണം നാഗേന്ദ്രന്റെ ആ കമ്പനി തന്നെയായിരുന്നു, മൂർത്തി ജ്വല്ലറിയിലായിരുന്നു. ജലജയെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് നാഗേന്ദ്രൻ അവിടെ കൂടുക ചെയ്തത്. ആ സമയത്ത് അവന്തിക കുഞ്ഞതായിരുന്നു. അങ്ങനെ അവരടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നാഗേന്ദ്രന് തോന്നി, അതെ, ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, കുറച്ച്
പൈസ വേണം. പോരാത്തിന് ജലജയുടെ സ്വഭാവമല്ലേ, ജലജയ്ക്ക് പണ്ടേ ഉള്ള സ്വഭാവമാണല്ലോ. അങ്ങനെ നാഗേന്ദ്രൻ അതിന് ഒരു പോംവഴി കണ്ടെത്തുവാണ്. കുറച്ച് കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ. അങ്ങനെ നാഗേന്ദ്രൻ ആ വഴിക്ക് തിരിയുവാണ്. ജലജയോട് ഇത് പറഞ്ഞു. പക്ഷെ ജലജയ്ക്ക് സമ്മതമായിരുന്നു. ജലജ പറഞ്ഞു എനിക്ക് സമ്മതമാണ്. അപ്പൊ ജലജ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നാഗേന്ദ്രന്, ഇനിയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായാലും കൂടെ നിൽക്കുന്നു. അപ്പൊ നാഗേന്ദ്രൻ പറയുകയും ചെയ്തു, ഇതിന്റെ പേരിൽ എങ്ങനെ പിടിക്കപ്പെടും എന്തെങ്കിലും ചെയ്ത് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നീ എന്നോടൊപ്പം നിൽക്കണമെന്ന്. ജലജ ആരാ മോള് സമ്മതിച്ചു, എല്ലാ കാര്യങ്ങളും ഓക്കെ ആന്നൊക്കെ പറഞ്ഞ് എസ് മൂളി. പക്ഷേങ്കില് പിന്നെയാണ് ജലജയുടെ തനിനിറം പുറത്തു വരുന്നേ. ഒടുവില് നാഗേന്ദ്രനുണ്ട് 1-2 വട്ടമൊക്കെ കള്ളത്തരം കാണിച്ചപ്പം ഒന്നും പിടിക്കപ്പെട്ടില്ല. പിന്നീടാണ് മുത്തശ്ശന് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നേ. അങ്ങനെ സംശയം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശന് തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടി. നാഗേന്ദ്രനെ ചോദ്യം ചെയ്തു. കൈയോടെ പിടികൂടി. 1 വട്ടമൊക്കെ ആയിരുന്നെങ്കിലും മുത്തശ്ശൻ ക്ഷമിച്ചാനും, ഇത് 3-4 വട്ടമായി കഴിഞ്ഞപ്പോൾ ആർക്കേലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റുമോ? അങ്ങനെ മുത്തശ്ശൻ അവിടുന്ന് അടിച്ചിറക്കുവാണ്. കമ്പനിയിൽ നിന്ന് ആദ്യം അടിച്ചിറക്കി, പിന്നീട് വീട്ടിൽ നിന്നും അടിച്ചിറക്കുവാണ്. അടിച്ചിറക്കണ സമയത്ത് ജലജയെ വിളിച്ച് നാഗേന്ദ്രൻ. പക്ഷെ ജലജ ആരാ മോള്? ജലജ പറഞ്ഞു, അതെ ഞാൻ എന്താണെങ്കിലും കുഞ്ഞിനെ ഇട്ടിട്ട് വരത്തില്ല. കുഞ്ഞു പിള്ളേരാണല്ലോ. അപ്പം ഇവരെ ഇട്ടിട്ട് എനിക്ക് വരാനൊന്നും പറ്റില്ല. എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ നിൽക്കും. ഞാൻ ആരുടെയും കൂടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ കൈ ഒഴിയുക ചെയ്തേ. നാഗേന്ദ്രന് കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നത്. അന്ന് നാഗേന്ദ്രൻ ആ വീട് വിട്ട് ഇറങ്ങിയതാ. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നാഗേന്ദ്രൻ കയറി വരികയും ചെയ്തത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ആദർശം മനസ്സിലായി നാഗേന്ദ്രൻ എന്തായതായിരുന്നു. കാരണം കുടുംബത്തിൽ നിന്നിട്ട് കുടുംബത്തെ ചതിക്കും എത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നേ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുത്തശ്ശനെ കമ്പനിയിൽ നിന്ന് പോലും അടിച്ചു പുറത്താക്കിയത്. പക്ഷെ അതേ സ്വഭാവം തന്നെ അബിക്ക് കിട്ടിയിരിക്കുന്നേ. ഒടുവില് ആദർശ് വന്നിട്ട് മുത്തശ്ശനോട് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്നും മുത്തശ്ശനൊന്നും പറയാനായിട്ട് കൂട്ടാക്കില്ല. അതിനുശേഷം മുത്തശ്ശന് അന്നത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അയാൾ വെറുതെ അല്ല വന്നിരിക്കുന്നേ, അയാൾ മുൻകൂർ പ്ലാൻ ചെയ്താ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാരും കണ്ടും കരുതി ഇരിക്കണം. അയാൾ അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല. അയാളെ എനിക്ക് അന്ന് വേണേ തീർക്കാൻ അറിയത്തില്ല എന്നിട്ടല്ലടാ മോനെ. പക്ഷെ ജലജയുടെ ഭർത്താവാന്നോർത്തോണ്ട് മാത്രം ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയത്. അവൻ ഇത്രയും വലിയൊരു കൊടുംവിഷമാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇത്രയും കാലത്തിന് ശേഷം അവൻ ഇങ്ങോട്ടേക്ക് വന്ന് വീണ്ടും ഇങ്ങനെ ഓരോ കളികൾ കളിക്കുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ അന്നേ തന്നെ അവനെ തീർത്താനെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, മുത്തശ്ശൻ വിഷമിക്കൊന്നും വേണ്ട, ഇനി അയാൾ തലപൊക്കാതെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാന്ന് പറഞ്ഞു. മുത്തശ്ശന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് ആദർശിന്റെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവന്തികയും ഈ പറയുന്ന നാഗേന്ദ്രൻ തമ്മിൽ ബന്ധമുണ്ടോന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഒടുവില് അബി പിടിക്കപ്പെടുന്നുണ്ട്. അബി ജലജയുടെ മുന്നിൽ പിടിക്കപ്പെടുവാണ്. അപ്പൊ ജലജയോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൻ അച്ഛനുമായിട്ട് യാതൊരു കമ്പനിയില്ല, അച്ഛനെ കാണാൻ പോലും പോരില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. പക്ഷെ കഷ്ടകാലം പിടിക്കാനായിട്ട് ഒരു ദിവസം ജലജ അബിയെ പിടികൂടുകയാണ്. അങ്ങനെ അബി നാഗേന്ദ്രനെ കാണാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജലജയ്ക്ക് സഹിച്ചില്ല. അതിന്റെ പേരിൽ അബിയും ജലജയും തമ്മിൽ വഴക്കുണ്ടാക്കുവാണ്. ഒടുവിൽ അബി ഭീഷണിപ്പെടുത്തുവാണ്. ഇനി അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു പ്രവർത്തിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ അച്ഛന്റെ കൂടെ ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഭീഷണിയും കാര്യങ്ങളൊക്കെ മുഴക്കി. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമായിരുന്നു ജലജയ്ക്ക്. ജലജ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ തന്റെ മോളെ ഇനി കൈവിട്ട് പോകുമെന്നൊരു പേടിയും കൂടെ ജലജയുടെ മനസ്സിലുണ്ട്. ഇനിയിപ്പോ ആ നാഗേന്ദ്രൻ അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല, അയാൾ ചെയ്ത ക്രൂരതകളൊക്കെ തനിക്കറിയാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിൽ. അങ്ങനെ എന്തായാലും കാര്യത്തിലൊരു തീരുമാനമാകാൻ പോവാ. പഴയ ആ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പം ജലജ തന്നെ നാഗേന്ദ്രനെ താർക്കാൻ ഇറങ്ങിത്തിരിക്കുവോ അതോ നാഗേന്ദ്രനുമായിട്ട് കോംപ്രമൈസ് ആവും നമുക്ക് കണ്ടറിയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്ന. ഇപ്പൊ 2 ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചാനലിനകത്ത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ആയിരുന്നേ. അപ്പൊ അഡ്മിറ്റ് ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നേ. അപ്പൊ എന്താണെങ്കിലും ഇനി നാളെ മുതൽ കൃത്യസമയത്ത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു. നന്ദി.